see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the എല്ലാവർക്കും jp.network.kl പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ഒരു ചെറിയ വീടുണ്ടാക്കുമ്പോഴും അതുപോലെ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നല്ല അടിത്തറ നല്ല സ്ട്രോങ് ആയിട്ട് പണിയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ബിൽഡിങ് അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാഹചര്യങ്ങളനുസരിച്ചും നമ്മുടെ പാനലിൻ്റെ എണ്ണം അനുസരിച്ചും ആവശ്യത്തിനുള്ള ഗേജുള്ള കമ്പികളും പൈപ്പുകളും ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 450 വാട്ട്സ് 550 വാട്ട്സ് അങ്ങനെ വലിയ വലിയ പാനലുകൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പിടിപ്പിച്ച് വെച്ചില്ലെങ്കിൽ ഒരു കാറ്റ് വരുമ്പോൾ മൊത്തം പറന്ന് പോയിട്ട് അടുത്ത വീട്ടിലെ പറമ്പിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ബിൽഡിങ്ങിലൊക്കെ പോയി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പാനൽ മാത്രമല്ല നമ്മൾ നഷ്ടപരിഹാരം വരെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാനൽ പോയി കഴിഞ്ഞാൽ അത് മാത്രമേ നഷ്ടമുള്ളൂ. പക്ഷേ അടുത്ത വീട്ടിലോ അപ്പോൾ റോട്ടിൽ പോയിട്ട് ഏതെങ്കിലും അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണിയാണ്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് സോളാർ പാനലിൻ്റെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ സോളാർ പാനലിൻ്റെ സ്ട്രക്ചർ മര്യാദയ്ക്ക് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ കാറ്റ് പിടിക്കുമ്പോൾ വരെ ആടുകയാണെങ്കിൽ ഇതാണെങ്കിൽ ചെറിയ മൈക്രോ ക്രാക്കൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ പാനൽ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈപ്പിൻ്റെയും അതിലുപയോഗിക്കുന്ന സ്ക്വയർ പൈപ്പ് ആണെങ്കിലും റൗണ്ട് പൈപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ചിലയിടത്ത് കുറച്ച് ഹൈറ്റ് കുറച്ച് മതിയായിരിക്കും, ചിലയിടത്ത് ഹൈറ്റ് കൂടുതൽ വേണ്ടി വരും. അത് ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ അതിൻ്റെ സൈസിൽ മാറ്റം വരുത്തണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ കാലായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇതൊക്കെ റൗണ്ടിലുള്ള പൈപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം റൗണ്ട് പൈപ്പിൻ്റെ അത്ര സ്ട്രോങ് നമ്മുടെ ചതുരത്തിലുള്ള പൈപ്പിന് ലഭ്യമല്ല. റൗണ്ട് പൈപ്പാണ് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്, ഒരു കുലുക്കമൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ റൗണ്ട് പൈപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ത്രികോണ ഷേപ്പിൽ നമ്മുടെ ഒരു വീക്കട്ട് പോലെ ചെറിയ സ്ക്വയർ പൈപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിടുത്തം കൂടുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ വാട്ടർ ടാങ്കൊക്കെ വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ ഈ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കയിടത്തും സ്റ്റാൻഡ് റെഡിയാക്കുന്നത് അതിൻ്റെ കാലായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സോളാർ പാനലും കാലെപ്പോഴും റൗണ്ട് പൈപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ ചാൻസ്. സ്ക്വയർ പൈപ്പിനാണെങ്കിൽ അത്രയും ഒരു പവർ ഉണ്ടാവില്ല. പിന്നെ ഈ റൗണ്ട് പൈപ്പിൽ നിന്ന് നമ്മൾ ചെരിച്ച് സ്ക്വയർ പൈപ്പ് പരമാവധി കൊടുക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പിടുത്തം കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഒരു രീതിയിലും അനങ്ങത്തില്ല, കാറ്റ് പിടിച്ചാലും നമ്മൾ കുരുക്കി കഴിഞ്ഞാലും അനങ്ങില്ല. പക്ഷേ സ്ക്വയർ പൈപ്പിലാണെങ്കിൽ കുറച്ച് ഒരു ആട്ടമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ റൗണ്ട് പൈപ്പിലേക്ക് സ്ക്വയർ പൈപ്പ് ചെരിച്ചടിച്ചു കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ചെരിച്ചടിക്കാൻ നോക്കുക, അല്ലാണ്ട് സ്ട്രെയിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിടുത്തം കുറവായിരിക്കും. നമ്മുടെ പല സുഹൃത്തുക്കൾ എഫോക്സി പെയിൻറ്റ് മാത്രമാണ് അടിക്കുന്നത്, അതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും നല്ലത് എഫോക്സി പെയിൻറ്റ് 2 കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് സാധാരണ ഒരു കമ്പിക്ക് അടിക്കുന്ന പെയിൻറ്റിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല കൂടുതൽ ലൈഫ് നമുക്ക് ആ പെയിൻറ്റിങ്ങിന് ലഭിക്കുന്നതായിരിക്കും. എഫോക്സി മാത്രം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മങ്ങിപ്പോകുന്നുണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് വരുന്നുണ്ട്. ഇനി നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിവിടെ നെട്ടും ബോൾട്ടും നമ്മുടെ ആ സ്ട്രക്ചറിലുള്ള പൈപ്പിലേക്ക് തന്നെ തുളച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇത് പവർഫുള്ളായിട്ടുള്ള സംഭവമാണ്. ഇതിൽ യാതൊരു രീതിയിലും ഒരിക്കലും പോകില്ല ഇവിടെ നിന്ന്. നമ്മളിപ്പോൾ ചിലൊരു സെൽഫ് സ്ക്രൂ ഒക്കെ അടിച്ച് വെക്കുന്നുണ്ട്, അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ലൂസായിട്ട് കാറ്റൊക്കെ പിടിക്കുമ്പോൾ സോളാർ പാനലിന് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ആ പൈപ്പ് തന്നെ തുളച്ചിട്ട് പിടിപ്പിക്കുക. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, കറക്റ്റായിട്ട് നമ്മൾ ഹോളൊക്കെ അടിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റേതാകുമ്പോൾ നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചുമ്മാ സെൽഫ് സ്ക്രൂ അടിച്ച് പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ട് സ്ട്രക്ചറിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണി ചെയ്യാൻ കഷ്ടപ്പാടാണ്. മറ്റേതാകുമ്പോൾ പണി പെട്ടെന്ന് തീരും. പക്ഷേ നമ്മുടെ ആ ഒരു സോളാർ പാനലിൻ്റെ ഇരിപ്പത്ര ശരിയല്ല. കാരണം സെൽഫ് സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മഴയൊക്കെ പെയ്ത് ചിലപ്പോൾ ചെറിയൊരു ലൂസൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ പാനൽ ഉൾപ്പെടെ പറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഹോൾ ഇടണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പാനൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിച്ചാലാണ് ഏത് വർക്കും നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം.
നമ്മൾ സോളാർ പാനലിനെ സ്ട്രെച്ചർ ഉൾപ്പെടെ എർത്തിങ് ചെയ്യണം. ഇതാണ് എർത്തിങ് കേബിള്. എങ്കിൽ മാത്രമേ നമ്മുടെ സോളാർ പാനലിന് കുറച്ച് സംരക്ഷണം ലഭിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു.